വലിയ തരക്കേടില്ലാത്തൊരു കോമഡി എൻ്റർടൈനർ ആയിട്ടാണ് ബ്രൊമാൻസ് എന്ന് പടം എനിക്ക് ഫീൽ ചെയ്ത്. ഒരു ഓക്കെ മൂവി. ഒരു വലിയ അട്ടഹസിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ത്രൂ ഔട്ട് എൻ്റർടൈനർ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് ഭയങ്കര കുറേ സ്പേസ് വിട്ടിട്ടാണ് ഈ സിനിമ പോകുന്നത്. കാരണം കുറേ കൗണ്ടേഴ്സ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും എല്ലാം ഒന്നും ഇങ്ങനെ ഇമ്പാക്റ്റ് ഉള്ളതൊന്നുമല്ല. ചിലതൊക്കെ ഇങ്ങനെ ഒരു ഗുമ്മില്ലാതെയാണ് കുറേ സാധനം പോയതെങ്കിലും സെക്കൻഡ് ഹാഫിലാണ് ഈ സിനിമയുടെ പിന്നെയും കുറച്ചെങ്കിലും ഒരു എൻ്റർടൈനർ ഫാക്ടർ സിനിമയ്ക്ക് വരുന്നതെന്ന് പറയാം. പിന്നെ അതിൻ്റെ ഒരു ക്ലോഷറും കൂടി വരുമ്പോൾ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്കാണ് സിനിമ കുറച്ചെങ്കിലും ഒന്ന് പിടിക്കുന്നത്. സോ അതും കൂടി ഇല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് മാത്രമായിരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതുള്ളത് കൊണ്ട് ഒരു ആവറേജ് മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ എനിക്ക്. സോ ഒരു ഫസ്റ്റ് ഹാഫിൽ കുറേ കൂടി ഇവർക്ക് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, അത് കുറേ കൂടി പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യായിരുന്നു. എനിക്ക് പേഴ്സണലി വർക്കാവുന്നതുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ചില എക്സ്പ്രഷൻസും ചില കൗണ്ടേഴ്സൊക്കെ തന്നെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. എന്നാൽ കുറേയൊക്കെ ഇങ്ങനെ ബ്ലാങ്ക് ആയി പോയിട്ടുള്ള സാധനം ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫസ്റ്റ് ഹാഫിൽ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ വളരെ മൈന്യൂട്ടായിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കണം എപ്പോഴാണ് അങ്ങനെ ചെതറിക്കിടക്കുന്ന കുറച്ച് സ്കാറ്ററായി കിടക്കുന്ന കുറേ ഹ്യൂമർ എലിമെൻറ്റ്സ് മാത്രമേ സിനിമയിലുള്ളൂ. പക്ഷേ ത്രൂ ഔട്ട് ഹ്യൂമറാണ് ഇവർ പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ചെറിയ സ്റ്റോറി ലൈനാണ്. ഒരാളെ അന്വേഷിച്ച് കുറച്ച് പേര് പോകുന്നു, ആളായിട്ട് ബന്ധമുള്ള എന്നാൽ പരസ്പര ബന്ധമില്ലാത്ത കുറച്ച് പേര് ഒരു റോഡ് ട്രിപ്പ് പോകുന്ന പോലെയാണ്. പക്ഷെ അതിലേക്ക് എത്താൻ ഒരു ഇൻ്റർവെൽ ഒരു സിനിമ എത്തുന്നുണ്ട്. ദെൻ ഈ സിനിമയിൽ കുറേ റെഫറൻസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഈ മോഡിലുള്ള പല സിനിമകളും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റെഫറൻസ് ഒക്കെ പ്രോപ്പറായിട്ട് സിനിമയിൽ വർക്കായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ ഫൈറ്റ് സീക്വൻസുകൾക്ക് ഇവർ കൊടുത്തിട്ടുള്ള BGM-ഉം നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ BGM-ഉം ദെൻ ഒരു നറൂട്ടോ റെഫറൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. അത് സ്പൂൺ ഫീഡ് ചെയ്ത് പറയാണ്ട് ജസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് തന്നെ വെച്ച് കൊടുത്ത സാധനങ്ങളൊക്കെ എനിക്കിഷ്ടമായി പേഴ്സണലി. ദെൻ മെയിൻലി ബാക്കി എല്ലാവരെക്കാളിലും സംഗീത് നമ്മുടെ മറ്റേ പ്രേമലുവിലെ അമൽ ഡേവിസ് ആ ചങ്ങായാണ് ഈ സിനിമയിൽ ഫുള്ളായിട്ട് സ്കോർ ചെയ്തിട്ടുള്ളതെന്ന് തോന്നി. ബാക്കി എല്ലാവരും പടത്തിലുണ്ട്, അവർ ചില സമയത്തൊക്കെ ആയിരിക്കും ഇങ്ങനെ ഷൈൻ ചെയ്ത് വരുമെങ്കിൽ ഈ ചങ്ങായുടെ പടമായിട്ട് മാറി. ഒരു സൈഡ് ക്യാരക്ടർ അല്ലാണ്ട് ഒരു മെയിൻ ക്യാരക്ടറായിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ലീഡായിട്ട് തന്നെ എനിക്ക് പേഴ്സണലി പല സമയത്ത് ഫീൽ ചെയ്തു സിനിമയിൽ. ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴാണ് ഈ ഒരു ക്യാരക്ടർ വരും. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടാണ് സിനിമ പിന്നെ ഇങ്ങനെ ഓണാവുന്നുള്ളൂ. സോ ആ ചങ്ങായുടെ കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് ഉള്ളതും നന്നായിട്ട് തന്നെ ഷൈൻ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഇപ്പോൾ പ്രേമലുവിലും അടിപൊളിയായിരുന്നു. ഇതിൽ കുറച്ചും കൂടി ആളാണ് പടത്തിനെ കുറച്ചെങ്കിലും ഒന്ന് എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് പറയാം. ദെൻ മാത്യു തോമസിൻ്റെ ആ ഒരു ദേഷ്യം വരുമ്പോഴുള്ള സിറ്റുവേഷൻ ഉണ്ട്, അത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായി. അത് കുറച്ചും കൂടി അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ തോന്നി. പല സമയത്തും അവരുടെ ആ ഒരു കോംബോ അല്ലെങ്കിൽ ഒരു ടീം ദെൻ ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ സാധനങ്ങൾ ഇവർ സ്റ്റേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതെല്ലാം കൂടി കൾമിനേറ്റ് ചെയ്ത് അവസാന പോർഷനിലേക്കൊക്കെ എത്തുന്ന ആ ഒരു മോഡാണ് ഇവർ പിടിച്ചിട്ടുള്ളത്. അതിലെല്ലാം ഒന്നും വർക്കൗട്ട് ആയിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ക്ലൈമാക്സ് കണ്ടിറങ്ങുമ്പോൾ കുറച്ചെങ്കിലും സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഒരു സെക്കൻഡ് ഹാഫിൽ കുറച്ച് പിടിച്ചിട്ടുള്ളത് കൊണ്ട് ഒരു വട്ടം കാണാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ എൻ്റർടൈനർ ആയിട്ടാണ് ബ്രൊമാൻസ് എന്ന പടം എനിക്ക് ഫീൽ ചെയ്ത്. ഒരുപാട് പാട്ടുകളൊന്നുമില്ല സിനിമയിൽ, ഒന്നോ രണ്ടോ ആദ്യത്തെ ആ ഒരു ജെൻസി എന്നുള്ളൊരു പാട്ട് അടിപൊളിയായിരുന്നു. ദെൻ ആ ഒരു വെഡ്ഡിങ് എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ഹാഫിലൊരു പാട്ടുണ്ട്. ആകെ 2 പാട്ടുകൾ മാത്രമേ ഉള്ളൂ. സോ അനാവശ്യമായിട്ട് പാട്ടുകളൊന്നും കുത്തിക്കയറ്റി പിന്നെ വെറുതെ വലിപ്പിക്കാതെ ഡ്രാഗ് ചെയ്യാതെ ഒരു വലിയ ലാഗൊന്നും ഇല്ലാതെ പോകുന്ന ഒരു നോർമൽ ആവറേജ് ഫ്ലിക്കായിട്ടാണ് ഫീൽ ചെയ്തത്. സോ എന്താണ് ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.